അമ്മ അവളെ സ്വീകരിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോ ഗോപിക ഇവിടെ തന്നെ താമസിക്കുന്ന എനിക്ക് തോന്നുന്നത്. അത് ശരിയായ നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ എന്തോന്നാ ഈ പറയുന്നത്? അമ്പൂറ്റയുടെ സ്വത്തൊക്കെ ഒരു അവകാശമായില്ലേ? അവകാശം ഉണ്ടായിട്ടും സ്വത്തുണ്ടായിട്ടും ഒക്കെ എന്താ കാര്യം? അത് നോക്കി നടത്തുന്ന ഒരാളല്ലേ വേണ്ടത്. ഇത്രയും നാളും അവൻ ഒറ്റ തടിയായിരുന്നു. അതുകൊണ്ട് കുടുംബജീവിതത്തെ പറ്റിയൊന്നും അവനറിയില്ല. സദാസമയം ഇക്കണ്ട അമ്പലങ്ങൾ തോറും പൂജയും സന്യാസമായിട്ട് നടക്കാനല്ലേ അവനെ കൊണ്ട് കഴിയൂ. ഈ പെണ്ണിനെ ആരുടെയെങ്കിലും കൂടെ പറഞ്ഞയക്കണമെന്ന് വെച്ചാ ആരും ഇതൊക്കെ ചെയ്യാ? ഇപ്പോഴാണെങ്കിൽ അമ്മയുണ്ട്. എന്തൊക്കെയായാലും അമ്പോറ്റിയുടെ ഈ സന്യാസി ജീവിതം അവസാനിപ്പിച്ചാലേ ആ പെണ്ണിനൊരു ജീവിതം ഉണ്ടാവും. എന്തൊക്കെയായാലും അമ്പോറ്റിയുടെ ഈ സന്യാസി ജീവിതം അവസാനിപ്പിച്ചാലേ ആ പെണ്ണിനൊരു ജീവിതം ഉണ്ടാവും. ജീവിതം ഉണ്ടാവും. ജീവിതം ഉണ്ടാവും. ജീവിതം ഉണ്ടാവും. കാറ്റുകൊള്ളാൻ ഇത്രയും സ്പീഡ് ഓടുന്നത്? സ്പീഡിൽ ഓടിയാ സ്പീഡിൽ കാറ്റടിക്കുമല്ലോ, അതാ. എന്നാ എനിക്കും വേണം. എടാ ഹരി, ഒന്ന് എഴുന്നേറ്റടാ. അവന്റെ ഒരു മുടിഞ്ഞ ഉറക്കം. എടാ ആ കൂടെ കുഴഞ്ഞു. നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും കളി നിൽക്കുമെന്ന് തോന്നുന്നില്ല. നീ കുഴക്കാതെ കാര്യം പറ. അമ്പോട്ട് ചിറ്റപ്പൻ ജട മുറിക്കാൻ തീരുമാനിച്ചു. നന്നായി. അങ്ങനെങ്കിലും ഒരു മനുഷ്യക്കൊല ഉണ്ടാവുമല്ലോ. എടാ 10-20 കൊല്ലം കൊണ്ട് വളർത്തിക്കൊണ്ടുവന്ന ജടയായത്. പിന്നെ 2 ദിവസം കൊണ്ട് ജട വളരുവോ? വർഷം ഒരുപാട് പിടിക്കും. നിനക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവാത്തത് കൊണ്ടാ. എന്തോന്ന് സീരിയസ്നെസ്? എനിക്ക് അന്ന് അയാളുടെ വെള്ളോടി കണ്ടപ്പോഴേ തോന്നി സന്യാസം അയാൾക്ക് പറ്റിയ പണിയല്ലെന്ന്. എന്നാലും ഇത്ര പെട്ടെന്ന് ഈ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇനിയിപ്പോ ജടയും വെട്ടി കാഷായ ഊരി ഗോപിക മകളല്ലെന്നറിയുമ്പോ എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. ദുർവാസാവിന്റെ ദേഷ്യവാ. ഇവിടെ കൊലപാതകം നടക്കും. അയ്യോ, മുറിച്ച്. എണീറ്റോളൂ. അയ്യോ, എന്റെ ഭഗവാനെ, അമ്പോറ്റ ഈ വേഷത്തെ കണ്ടിട്ട് എത്ര നാളായി. നിനക്ക് ഇതാടാ നല്ലത്. എന്തോ നല്ലത്? ആരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട. കാഷായ വേഷം കെട്ടിക്കിടക്കുന്ന കാലത്ത് എല്ലാവരുടെയും തനിക്കുണം ഞാൻ കണ്ടതാ. അതുകൊണ്ട് വലിയ അഭിപ്രായം ഒന്നും ആരും കിട്ടിയിരുന്നു. അവള് വേറൊന്നും വിചാരിച്ചു പറഞ്ഞല്ല. അമ്പോറ്റിയല്ല, അംബുജക്ഷൻ നായർ. പിന്നൊരു കാര്യം, ഇവളെന്റെ മോളാണ്. കണ്ണേറ്റിൻകരയിലെ കൊച്ചുമോൾ. ആവശ്യമില്ലാതെ ഓരോന്ന് കുത്തിപ്പൊക്കി ഇവളുടെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചാൽ തുളച്ചുകളെ ഞാൻ. ഇവളെ സ്നേഹിക്കാനും കാര്യങ്ങൾ നോക്കാനും ഞാനും അമ്മയും കൊണ്ട് ഇവിടെ. അതുകൊണ്ട് ആരും വലിയ അടുപ്പമൊന്നും ഇങ്ങോട്ട് കാണിക്കണ്ട. മോളകത്ത് പോ. കൊച്ചീഷന്റെ കല്യാണക്കാര്യം പറഞ്ഞ് ചില അലമ്പ് വർത്താനമൊക്കെ കൂടെ കേട്ടു. അത്തരത്തിലുള്ള ചെറ്റത്തരം വല്ലവന് കേട്ടാൽ ഞാൻ അതിലും വലിയ ചെറ്റയാവും. എന്റെ പഴയ സ്വഭാവം അറിയാമല്ലോ. കത്തിയെടുക്കും ഞാൻ, കത്തി. ഈ തന്തമാരും തള്ളമാരും കാണിക്കുന്നത് കണ്ട് അതിന്റെ താളത്തിന് തുള്ളിയാറുണ്ടല്ലോ. കല്യാണം കഴിഞ്ഞാൽ 1 മാസമെങ്കിലും കുടുംബത്തിലുണ്ടാവണം. ലീവ് കഴിഞ്ഞെന്ന് പറഞ്ഞ് ഓടിയാറുണ്ടല്ലോ. എന്റെ സ്വഭാവം മാറും. ലീവൊക്കെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തോളാം ചിറ്റപ്പ. ചിറ്റപ്പന? തന്റെ പേരെന്തോന്നാ പറഞ്ഞേ? ഹരീന്ദ്രൻ. കുറച്ചു ദിവസം ആയല്ലോ ഇവിടെ കിടന്ന് കറങ്ങുന്നു. തനിക്ക് വീടും കുടിയൊന്നുമില്ലേ? ക്ലോസ് ഫ്രണ്ടാ, സുഹൃത്ത്, ആത്മസുഹൃത്ത്. അതൊക്കെ വീടിന് പുറത്ത്, അകത്ത് വേണ്ട. മനസ്സിലായോ? ആ താടി മുടി മുറിച്ചപ്പോ ഓന്തിന് നിറം മാറുന്ന പോലെ അങ്ങ് മാറിയല്ലോ. ഇതെന്താ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച? ഇനിയിപ്പോ നമ്മൾ ഇങ്ങനെ സംസാരിച്ചത് കൊണ്ടായില്ല. ഇയാളെ നിലയ്ക്ക് നിർത്താൻ ഒരട്ടിമറി വേണ്ടി വരും. കൊറേ നേരമായല്ലോ. എന്താ ഇത്രയധികം പ്രാർത്ഥിക്കാൻ? അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊറുക്കണേന്ന് അപേക്ഷിക്കുകയായിരുന്നു. അത്രയ്ക്കും പൊറുക്കാൻ പറ്റാത്ത എന്ത് തെറ്റാ ചെയ്തത്? മനുഷ്യരല്ലേ, മനസ്സറിയാതെ എന്തെങ്കിലും തെറ്റ് വന്നു പോയാലോ? അതൊക്കെ ശരി. രാധി എന്താ പ്രാർത്ഥിച്ചത്? മറ്റെന്ത് പ്രാർത്ഥിക്കാൻ? എന്നും എനിക്ക് പ്രാർത്ഥിക്കാൻ ഒന്നേ ഉള്ളൂ, എന്റെ കൊച്ചേഷനേട്ടന് നല്ലത് മാത്രം വരുത്തണേന്ന്. എന്താ? ഒന്നുമില്ല, കാലൊന്ന് തട്ടി. കുട്ടിക്കാലം മുതൽ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എനിക്ക് കൊച്ചേഷനേട്ടനോട്. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ വിവാഹം നിശ്ചയിച്ചത്.
ഗോപിയെ, ഇവിടുത്തെ ഒരു വിശേഷം അറിയണോ? വെളുത്ത ചെമ്പകവും ചുവന്ന ചെമ്പകവും കൊണ്ടാ പൂജ നടത്തുക. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കണം. പൂജ കഴിഞ്ഞ് പ്രസാദത്തോടൊപ്പം കിട്ടുന്നത് വെളുത്ത ചെമ്പകാണെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യം തീർച്ചയായും നടക്കും. ആ കുട്ടി വല്ലാതെ ഭ്രമിച്ചിരിക്കുക. ഇനിയെല്ലാം തുറന്നു പറയാതിരിക്കുന്നത് തെറ്റാണ്. അതിനൊന്നും സമയമായിട്ടില്ല. ഒരു പെൺകുട്ടിയുടെ മനസ്സ് എനിക്കറിയാം. രാധിയെ പാവമാണ്, ഒരുപാട് മോഹിപ്പിക്കരുത്. ഞങ്ങൾ ഒരു ഡിവൈഡ് ആൻഡ് റൂൾ പ്രയോഗിച്ചതല്ലേ. അമ്മായിമാര് 3 പേരും ഈ കാര്യത്തിൽ ജന്മത്ത് യോജിക്കില്ലായിരുന്നു. അതിനിടെ മുത്തശ്ശി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന ആരെങ്കിലും വിചാരിച്ചോ? എത്ര നാളിങ്ങനെ ഒളിച്ചു കളിക്കും? ബന്ധങ്ങൾ മുറിച്ചറിയാൻ എളുപ്പമാണ്. അല്പക്ഷമയും ഇത്തിരി ബുദ്ധിയുണ്ടെങ്കിൽ യോജിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റാത്തായി ഒന്നുമില്ല. ജോത്സ്യം വന്ന് മുഹൂർത്തം കൊടുത്തിട്ട് പോയി. പൊന്നൊരുക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു. ഇനിയിപ്പോ കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഞാൻ മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു പോയി എന്ന് പറയാനാണോ കൊച്ചിന്റെ ഭാവം? എന്താ ഗോപിക ഈ പറയുന്നത്? ഞാനിപ്പോ എന്താ ചെയ്യാ? രാധയോടെങ്കിലും എല്ലാം തുറന്നു പറയണം. ഒന്നുകിൽ മുത്തശ്ശിയുടെ ഒരു പൊട്ടിത്തെറി, അല്ലെങ്കിൽ രാധയുടെ വേദന. ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ അനുഭവിക്കണം. എന്തൊക്കെയായാലും കുറച്ചു ദിവസം കൂടി തള്ളി നീക്കിയാലേ പറ്റൂ. അതിനു മുമ്പ് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. നീ വാ. പണ്ടൊക്കെ കൊച്ചേഷനായിട്ട് വന്നെന്ന് കേട്ട ഞാനപ്പോ ഓടിയെത്തും ഇവിടെ. കല്യാണം ഉറപ്പിച്ച ശേഷം ചേട്ടന്റെ മുഖത്ത് നോക്കാൻ തന്നെ എനിക്ക് നാണവാ. അതെന്താ? ചേട്ടനാണെങ്കിൽ എപ്പോഴും ഒരു നോട്ടവും കൈകാട്ടുവിളിയൊക്കെയാ. ആൾക്കാർ നിൽക്കുന്നെന്ന് തോന്നല് പോലും ഇല്ല. കേട്ടോ ഗോപിയെ, ഇന്നലെ അച്ഛനും അമ്മ എന്റെ അടുത്ത് ഇരിക്കുക. അപ്പൊ കൊച്ചേഷനായിട്ടും വന്ന് ദേ ഇങ്ങനെ ഒരു തട്ട്. ഞാനങ്ങ് നാണിച്ചു പോയി. അയ്യോ, ഞാനല്ല തട്ടിയത്, അവളാണ് എന്നെ തട്ടിയത്. ആ തട്ടും കൊണ്ട് നിങ്ങൾ നിന്നു കൊടുത്തു അല്ലേ? എങ്ങനെ നിൽക്കാതിരിക്കും? ഞാൻ അവളെ കെട്ടാൻ പോകുന്ന ഭാവി വരണല്ലേ? അല്ല, ഭാവി വരണമെന്നാണല്ലോ സങ്കല്പം അവളുടെ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്കിതൊന്നും കേട്ട് നിൽക്കാൻ വയ്യ. ഞാൻ ഇപ്പൊ തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തുറന്നു പറയും. എന്ത് പറയും? നിങ്ങൾ എന്റെ എന്റെ ഭർത്താവല്ലെന്ന് പറയും. അയ്യോ, അങ്ങനെ പറയരുത്. ഭർത്താവാൻ അങ്ങനെ പറയാവൂ. ഗോപിയെ, എന്താ എന്നെ വിളിച്ചോ? അമ്മാവനിങ്ങി വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. ഒരു സഹോദരിയോ? അല്ല, ഒരു സഹോദരിയുടെ സ്നേഹം ഗോപികയിൽ നിന്ന് കിട്ടിയപ്പോ അതാരോടെങ്കിലും ഒന്ന് പറയണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ അമ്മാവനെ വിളിച്ചത്. അതിപ്പോ പറയാൻ കാരണം? അല്ല, ഞാനിങ്ങനെ ചുമ്മാ പൊതുവെ പറഞ്ഞതേ ഉള്ളൂ. ഒരു സഹോദരന്റെ വേദന ഒരു സഹോദരിയുടെ എന്താ അല്ലേ? അതാ. സ്വന്തം സഹോദരി ഇല്ലാത്ത കൊച്ചുകൃഷ്ണന്റെ ദുഃഖം. നേരം വെളുക്കും മുമ്പേ നീര് അങ്ങോട്ട് ഇറങ്ങിപ്പോയതാ. ഇനിയിപ്പോ അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുമേ? ഒരച്ഛന്റെ കടമകളൊക്കെ ചെയ്തു തീർക്കണ്ടേ? ഗോപികയുടെ കല്യാണം ഉടനെ നടത്തണം. അതിനിപ്പോ നല്ലൊരു ചെറുക്കം വേണം, ജാതകം ചേരണം, തറവാട് നന്നാവണം. ഇതൊക്കെ വേണ്ടേ? അതിനെ കുറിച്ചൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട. നല്ല ഒന്നാന്തരം ഒരു ചെറുക്കനെ കണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. തിരുവാങ്കോട്ടെ കണിമംഗലം തറവാട് നമ്മ കണ്ടിട്ടില്ലേ? അവിടുത്തെ നമ്പീശന്റെ മോന. ധാരാളം ഭൂസ്വത്ത്, ഒറ്റ അവകാശി, ജാതകവും ചേരും. ഗോപികയ്ക്ക് എല്ലാം കൊണ്ടും ചേർന്ന ബന്ധമായിരിക്കും. നാളെ കാലത്ത് പെണ്ണ് കാണാൻ അവരുടെ വരും. നാളെയോ? ആ, അതിനു വേണ്ട എല്ലാ ഏർപ്പാടുകളും അമ്മ തന്നെ നേരിട്ട് ചെയ്യണം. എവിടെ പോയി കിടക്കുന്നു? എടാ, ഗോപിക്ക് കല്യാണം നടക്കാൻ പോകുന്നു. കൺഗ്രാചുലേഷൻ സലിയ, നീ രക്ഷപ്പെട്ടു. ഞാനുമായിട്ടല്ല, പിന്നെ അവളെ പെണ്ണ് കാണാൻ വേറൊരാൾ വരുന്നെന്ന്. ആര്? ഏതോ ഒരു നമ്പീശന്റെ മോൻ. ആഹാ, അങ്ങനെ നമ്പീശന്റെ മോൻ ഇപ്പൊ പെണ്ണിട്ട് സൂചിക്കാറായിട്ടില്ല. നീ പറ. അയ്യോ, എന്റെ കാശ്. പെട്ടെന്ന് റെഡിയാകും, എല്ലാരും വന്നു. എന്തൊരേപ്പായിരിക്കണത്, ഇതുവരെ റെഡിയായില്ലേ? നീ ആ ചായ എടുത്തു വെക്കാൻ സുമുഖത്തിനോട് ചെന്ന് പറ. നോക്കിക്കോ. രാധിയെ, ഞാൻ ഇപ്പൊ വരാം. വേഗാട്ടെ. ദൈവമേ, കൊച്ചുകാരി ഉടനെ എത്തണേ. ഗോപിയെ, നീ ഇവിടെ തപസിരിക്ക? പെണ്ണ് കാണാൻ വന്നവരങ്ങ് പോകും കേട്ടോ. അയ്യോ, കല്യാണ പാർട്ടി ഉറപ്പിച്ചോ? ആ, ഉറപ്പിച്ചു. എന്തുറപ്പിച്ച്? എന്താ 101 പവനാ ഉദ്ദേശിക്കുന്നത്. വേണ്ട പോലെ ചെയ്യാന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്.
അതങ്ങനെ പെട്ടെന്ന് ഉറപ്പിക്കാനൊന്നും പറ്റത്തില്ല. അതിനകത്തൊക്കെ വേറെ പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നം? അല്ല ഈ കല്യാണം എന്നൊക്കെ കല്യാണോ? എടോ ഇത് കല്യാണ മണ്ഡപത്തിന്റെ കാര്യമായിരിക്കും. ഓ, അത് അത് ശരി. നേരത്തെ തന്നെ ശരിയാക്കിയാണല്ലോ. ഇനിയിപ്പോ സ്വർണ്ണ ഗോപുരത്തിന്റെ പണി മാത്രമേ ബാക്കിയുള്ളൂ. 101 പവൻ ചോദിച്ചെങ്കിലും 51 പവൻ തരാമെന്ന് മുത്തശ്ശി ഏറ്റിട്ടുണ്ട്. ദൈവത്തിന്റെ കാര്യമല്ലേ അല്ലേ? അവിടെ ഏതോ കല്യാണം നടക്കുക, അത് കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഇവര് അയ്യേ അപ്പൊ ഇത് പിരിവ്. ഈ കൃഷിക്കാരെന്ന് പറയുമ്പോ അതിന്റെ ഒരു അന്തസ് വേറെ തന്നെയാ. അല്ലാതെ ഈ ദുബായ് അമേരിക്ക എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമില്ല. കുടുംബം നന്നായിരിക്കണം, അത്രേ ഉള്ളൂ. അത് തന്നെ ഞങ്ങളുടെയും പാരമ്പര്യം. അതാണ് സംഭവം. അത് നേരെ. നമസ്കാരം. നീ എവിടുന്ന് ഈ ഓടിക്കതച്ച്? അല്ല എന്റെ പെങ്ങളെ പെണ്ണ് കാണാൻ വരുമ്പോ ഇതാണോ പയ്യൻ? അല്ലല്ല, ഇതോ? പയ്യനിവിടെ. ഇതാണോ അളിയാ? ഞാൻ പെണ്ണിന്റെ സഹോദരനാ, കൊച്ചീഷൻ. ഇവർക്ക് ചായ ഒന്നും കൊടുത്തില്ല. ഇപ്പൊ കൊണ്ടുവരാം. പെങ്ങളെ ഇപ്പൊ വരാേ. വലിയ ഉത്സാഹക്കാരനാ. പൈലറ്റാ വിമാനത്തിലെ. പെണ്ണ് കാണാൻ വന്നപ്പോഴേ ഇങ്ങനെ നാണം തുടങ്ങിയാലേ കല്യാണത്തിന് എന്തായിരിക്കും സ്ഥിതി? ഇത്ര നേരമായിട്ട് ചായ ഒന്നും കൊടുത്തില്ലേ? കല്യാണ ചെറുക്കാൻ അവന്റെ പാട്ടിന് പോവും. അതിന് ഗോപിയെ റെഡി ആവണ്ടേ? പേടിച്ചിരിക്കുക. എന്താ പെങ്ങളെ ഇത്? ഈ വക കാര്യങ്ങളൊക്കെ എന്തിനാ പേടിക്കുന്നത്? നിങ്ങൾ എന്നെ ചായ പലഹാരങ്ങളൊക്കെ എടുത്തു ചെല്ല്. നീ ഒന്നും പേടിക്കണ്ട, വെരി ഈസി. വാ പറയാം. കൊണ്ടുകൊടു. ചെല്ലി. ഇത് ചുഴലി. പോയി താക്കോൽ എടുത്തിട്ട് വാ. പെങ്ങളെ, താക്കോൽ ഇവിടെ ഉണ്ട്. അയ്യോ കിട്ടി. പെങ്ങളെ, കയ്യിലോട്ട് വിടും. മുറുക്കി പിടിച്ചോ. 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 മുറുക്കി പിടി. എന്നാലും എന്റെ ദൈവമേ, ആ സമയത്ത് തന്നെ ഇങ്ങനെ വന്നല്ലോ. കഷ്ടമായി പോയി. ഇതിനു മുൻപ് ഇങ്ങനെ വരാറുണ്ടോ മോളെ? പേരുകേട്ട തറവാടാ കണിമംഗലം. ഇതുപോലൊരു ബന്ധം എനിക്ക് കിട്ടുവോ? അവൾ ആകെ അപ്സെറ്റ് അമ്മായി. പെങ്ങൾ വിഷമിക്കണ്ട, ഇതിനേക്കാൾ നല്ലൊരു ബന്ധം ഈ ആങ്ങള കൊണ്ട് തരും. മുത്തശ്ശി, ബോബിക്ക് എന്താ കഴിക്കാൻ കൊടുക്കേണ്ടത്? എന്തെങ്കിലും ഫ്രൂട്ട്സ് ഐറ്റംസ്, മരുന്ന്? ഒന്നും വേണ്ട. ഹോമിയോയിൽ ഇതിന് നല്ലൊരു മരുന്നുണ്ട്. ദാ, ശാലും കൂടെ കൊടുക്ക്. കുറച്ച് ദിവസം യുബിൽ ഞങ്ങളുടെ കൂടെ വന്ന് നിൽക്കട്ടെ. എന്താ? എന്തായി? പ്രശ്നമുണ്ട്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അസുഖമുള്ള കുട്ടിയല്ലേ. ഞാൻ പോയി അവരോടൊന്ന് സംസാരിച്ചാലോ? അത് ഞങ്ങളൊന്ന് സംസാരിച്ചു നോക്കാം. അസുഖം മാറുന്ന ചിലപ്പോ അവരുടെ മനസ്സ് മാറിയാലോ. അതൊന്നും വേണ്ട. കേട്ടോ അമ്മേ, നമ്മുടെ വടക്ക് വശത്തുള്ള ഒരേക്കർ തെങ്ങും തൊപ്പൂടെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ അവരങ്ങ് സമ്മതിച്ചു. അതെവിടുത്തെ? ഏ? അല്ല, അതേതായാലും നന്നായി. ആ, നമ്മള് കിടന്നോളൂ. കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നടക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? അസുഖമാണെന്ന് അറിഞ്ഞിട്ടും ആ പെങ്കോന്തൻ കല്യാണത്തിന് സമ്മതിക്കുന്ന ആരറിഞ്ഞു? ഇനിയിപ്പൊ കുഷ്ഠരോഗിയാണെന്ന് പറഞ്ഞാലും അവൻ കെട്ടും. മുത്തശ്ശി പറഞ്ഞത് കേട്ടോ, കൊച്ചുകൃഷ്ണന്റെ കല്യാണവും ഗോപിയുടെ കല്യാണവും ഒരേ പന്തലിൽ വെച്ച് നടത്തണമെന്ന്. നന്നായിരിക്കും. നന്നായിരിക്കും. ആ, എന്നാ അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യാൻ പറയാം. അയ്യോ, വെവ്വേറെ അല്ല, സെയിം കല്യാണം. എന്തായി കാണിക്കുന്നേ? നിന്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ, വെള്ളത്തിന്റെ അടുത്തോ തീ എടുത്തോ പോരുമെന്ന്. നീ എന്താ ഇവിടെ? ഞാൻ ആ കാര്യം പറഞ്ഞോണ്ടിരിക്കാൻ നീറ്റപ്പാ. പെങ്ങൾ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു വെള്ളം കോരരുത്, തീ കോരരുതെന്നൊക്കെ. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ കൊടുക്കുന്ന കാര്യം വരെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ ഇഞ്ചക്ഷൻ കൊടുക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം, മനസ്സിലായോ? അതിന് അവന്റെ വക ഒരു അഭിപ്രായം വേറെ. മോളോ അകത്തേക്ക് പോ. അവിടെ ഇവിടെ വെള്ളം കോരാനും വിറകിട്ടാനൊക്കെ മോള്